നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഇന്നത്തെ ഈ പരിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ശിശുക്കളുടെ വധത്തിൻ്റെ പെരുന്നാൾ ആഘോഷിച്ച് അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് വീണ്ടും തിരുസന്നിധിയിൽ ആയിരിക്കാൻ എൻ്റെ വചനങ്ങളെ ധ്യാനിപ്പാൻ കൃപ തന്നതിൽ അളവില്ലാതെ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഞങ്ങളിലേക്ക് ഇറങ്ങുവാനും 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ നിൻ്റെ വായിൽ നിന്നുള്ള വചനം ഉത്തമമാണെന്ന് കരുതിക്കൊണ്ട് വചനത്തിൽ ശ്രദ്ധയൂന്നി അതിനെ പഠിക്കുവാനും ഗ്രഹിക്കുവാനും അത് ആചരിക്കുവാനും ശക്തി അങ്ങനെ സംഭരിക്കുവാനും നിൻ്റെ സന്നദ്ധയിൽ ഇപ്പോൾ കൂടി വന്നിരിക്കുന്ന ബലഹീനത ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തുവെന്ന് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വചനം ഞങ്ങളിൽ നിവൃത്തിയാകണമേ. കർത്താവെ, വചനത്താൽ നീ പിശാചിനെ തോൽപ്പിച്ചു, വചനത്താൽ നീ രോഗികളെ സൗഖ്യമാക്കി, വചനം അയച്ച് എല്ലാവരെയും നീ സൗഖ്യമാക്കി. ആയതിനാൽ ദൈവമേ, തിരുസന്നിധിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും കേൾക്കാനുള്ളവരും എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ സംഗതിയാകണമേ. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും ഇന്ന് ഞങ്ങൾ ആരെ ഓർത്ത് പെരുന്നാൾ കൊണ്ടാടിയോ ആ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥതയിലും പ്രത്യേകമായ അഭയം പ്രാപിക്കുകയും പരിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ മധ്യസ്ഥതയിലും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെയും എല്ലാ സഹോദരന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയിലും അഭയം പ്രാപിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ശുശ്രൂഷയെ സ്വീകരിച്ച് കൈക്കൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തന്നെയുള്ള തിരുനാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകളും പുതുവത്സരത്തിൻ്റെ ആശംസകളും നേരുന്നു. ക്രിസ്തുമസിന് ശേഷം കർത്താവ് ഉള്ളിൽ ജനിച്ചു എന്ന് പ്രത്യാശിക്കുന്നു. ഏറ്റെടുത്ത വചനം പരിശുദ്ധാത്മാവിൻ്റെ നിറവായി ശക്തി ആർജിച്ച് പാപാവസ്ഥയെ അതിജീവിച്ച് മുന്നേറുവാനുള്ള ഒരു തീരുമാനം നമ്മൾക്ക് നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് ഇതാ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജനിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. ക്രിസ്തുവിൻ്റെ കൃപകൾ പ്രാപിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വചനത്തിൽ ആശ്രയിക്കുമ്പോൾ ജനിച്ച കർത്താവിന് തന്നെ നമ്മൾ പോഷണം കൊടുത്ത് വളർത്തുകയാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു ശിശു ജനിച്ചു എന്ന് പറഞ്ഞാൽ ജഡത്തിൽ നമുക്ക് അവനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. അത് പരിശുദ്ധ മാതാവിന് മാത്രം ലഭിച്ചിരിക്കുന്ന ഒരു ഭാഗ്യമാണ്. പരിശുദ്ധ മാതാവിന് യേശുവിനെ ശരീരത്തിലും അല്ലെങ്കിൽ ശാരീരികമായി തൻ്റെ ഉദരത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവും നിറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഉള്ളിൽ സംഗ്രഹിക്കപ്പെട്ട വചനം ജഡമായി മാറുകയായിരുന്നു. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്നാണ് മാതാവിനോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത്. അപ്പോൾ മാതാവിന് മാത്രം ലഭിച്ച സൗഭാഗ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ പൂർണ്ണ നിറവും അതോടൊപ്പം തന്നെ ദൈവത്തെ ജഡത്തിൽ തൻ്റെ ഉദരത്തിൽ ഉൾക്കൊള്ളുവാൻ ഭാഗ്യം കിട്ടി എന്നുള്ളതും. അതുകൊണ്ടാണ് പരിശുദ്ധ മാതാവിനെ സഭ ഒരു പ്രത്യേക സ്ഥാനത്താണ് അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നത്. അവൾ സ്വർഗീയ രാജ്ഞിയാണ്, കർത്താവിൻ്റെ അമ്മയാണ്. അവളെ സഭ വിളിക്കുന്ന പേരാണ് തെയോട്ടോക്കോസ്. ഗ്രീക്കിൽ അങ്ങനൊരു വാക്ക് മാതാവിന് മാത്രം കൊടുത്തിരിക്കുന്ന പദപ്രയോഗമാണ് തെയോട്ടോക്കോസ്. ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് വീണ്ടും വീണ്ടും ഉറയ്ക്കുകയും ഓർക്കുകയും ചെയ്യുവാൻ സാധ്യതയുള്ളതുകൊണ്ട് തെയോട്ടോക്കോസ് എന്ന് പറഞ്ഞാൽ തെയോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കും ടോക്കോസ് എന്ന ഗ്രീക്ക് വാക്കും തമ്മിൽ ചേർത്ത് വെച്ച ഒരു പദപ്രയോഗമാണ്. തെയോസ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്, ഗോഡ്. ടോക്കോസ് എന്ന് പറഞ്ഞാൽ വഹിക്കുക. അപ്പോൾ തെയോട്ടോക്കോസ് എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവവാഹിനി എന്നാണ്. മാതാവിനെ മാത്രം വിളിക്കുന്ന ഒരു പേരാണ് ടോക്കോസ്, ടു ക്യാരി എന്നാണ്. അതേസമയം നമ്മളും ദൈവവാഹകരാണ്. കാരണം നമ്മൾ പരിശുദ്ധാത്മാവിൽ
യേശുവിനെ ജനിപ്പിച്ചവരാണ്. ക്രിസ്തുമസ് നമ്മൾ ഓരോ തവണയും കൊണ്ടാടുമ്പോൾ യേശു ഉള്ളിൽ ജനിക്കുന്നു. ആ ജനിക്കുന്ന യേശു പരിശുദ്ധാത്മ നിറവായി നമ്മളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും തമ്മിൽ ബന്ധപ്പെട്ട് അത് നമ്മുടെ ബോധമണ്ഡലങ്ങളെയും അതോടൊപ്പം ശരീരത്തെയും പരിപോഷിപ്പിക്കുന്നു, വചനത്തിൽ വളർത്തുന്നു. അതുകൊണ്ട് നമ്മളെ വിളിക്കുവാൻ ദൈവവാഹകർ എന്നുള്ള പദം ഉപയോഗിക്കാം. പക്ഷേ ആ പദപ്രയോഗത്തിന് മാതാവിന് കൊടുക്കുന്ന പദപ്രയോഗവുമായിട്ട് അല്പം വ്യത്യസ്തത പിതാക്കന്മാർ കൊടുത്തിട്ടുണ്ട്. നമ്മളെ പറയപ്പെടുന്ന തെയോഫോറോസ് എന്നാണ്. അതായത് മാതാവ് ഒഴിച്ച് എല്ലാവരും ദൈവത്തെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുന്ന എല്ലാവരെയും വിളിക്കുന്നത് തെയോഫോറോസ് എന്നാണ്. അതിൻ്റെയും അർത്ഥം അങ്ങനെ തന്നെയാണ്. ഫോറോസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥവും വഹിക്കുക, ടു ക്യാരി എന്നൊക്കെയാണ്. പക്ഷെ മാതാവിന് മാത്രം നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ഒരു പദപ്രയോഗമാണ് തെയോട്ടോക്കോസ്. ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിയെ ക്ലാസ് ലീഡറായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അവനൊരു പ്രത്യേക പൊസിഷൻ കൊടുത്തുകൊണ്ട് ഒരു ടൈറ്റിൽ കൊടുക്കും. മോണിറ്റർ എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് കൊടുത്ത് അലങ്കരിക്കും. അത് അയാൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ മോണിറ്ററിനേക്കാളിൽ മിടുക്കരായ പിള്ളേർ ചിലപ്പോൾ ക്ലാസ്സിൽ കാണുമായിരിക്കും. പക്ഷേ അയാൾ അങ്ങനെയാണ്, അയാൾക്കതാണ് പദപ്രയോഗം. അത് സ്ഥാനത്തിൽ ഉള്ള ഒരു ഉയർന്ന താണ നിലവാരമല്ല, മറിച്ച് ഒരു സമസ്ഥാനികളിൽ മുമ്പൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പദപ്രയോഗമാണ്. അതുകൊണ്ടാണ് മാലാഖമാരുടെ രാജ്ഞി, പിതാക്കന്മാരുടെ രാജ്ഞി, സഹോദരന്മാരുടെ രാജ്ഞി, മൗദ്യാനന്മാരുടെ രാജ്ഞി എന്നൊക്കെ പറഞ്ഞ് മാതാവിനെ വിശേഷിപ്പിക്കുമ്പോൾ മാതാവ് അതിൻ്റെ ഒരു ഓർഡറിൽ ഒന്നാമത് നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ പ്രസവം കഴിഞ്ഞാൽ കുഞ്ഞിന് മാത്രമല്ല പരിഗണന കിട്ടേണ്ടത്. ഒരു സ്ത്രീ പ്രസവിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും കുഞ്ഞിലേക്ക് അട്രാക്റ്റഡ് ആവും, കുഞ്ഞിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതുമാത്രമല്ല, ആ അമ്മയ്ക്ക് കിട്ടേണ്ട പരിഗണനയും പരിചരണവും കൊടുക്കേണ്ടതാവുന്നു. അതുകൊണ്ട് തന്നെ പൗരസ്ത്യസഭ ഡിസംബർ മാസം 25-ാം തീയതി കർത്താവിൻ്റെ ജന്മപ്പെരുന്നാൾ കൊണ്ടാടി കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേന്ന്, അതായത് ഇന്നലത്തെ ദിവസം, നമ്മൾ പ്രത്യേക ഒരു പെരുന്നാൾ മാതാവിനെ ഓർത്ത് ആഘോഷിക്കുന്നുണ്ട്. പല ദേവാലയങ്ങളിലും അത് വലിയ പെരുന്നാൾ പോലെയാണ് കൊണ്ടാടുന്നത്. മാതാവിൻ്റെ പെരുന്നാൾ പല സമയത്ത് കൊണ്ടാടും. ഡിസംബർ മാസത്തിൽ 26-ാം തീയതി മാതാവിൻ്റെ പുകഴ്ച പെരുന്നാളാണ്. ജാനുവരി മാസം മുഴുവൻ അല്ലെങ്കിൽ പകുതി തൊട്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട വിത്തുകളുടെ പെരുന്നാളുണ്ട്. മാർച്ച് മാസത്തിൽ മാതാവിൻ്റെ വചനിപ്പ് പെരുന്നാളുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ മാതാവിൻ്റെ ശൂനോയ പെരുന്നാളുണ്ട്, വാങ്ങിപ്പിൻ്റെ പെരുന്നാളുണ്ട്. ഇതുകൂടാതെ 8 ദിവസമായിട്ട് മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളും ഉപവാസങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ മാതാവിന് പൗരസ്ത്യസഭ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനം വേറെ നിലവാരമാണ്. അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കണം. പരിശുദ്ധ മാതാവിനെ അംഗീകരിക്കാതെയോ ബഹുമാനിക്കാതെയോ നമുക്ക് സ്വർഗരാജ്യം അവകാശിക്കുവാൻ സാധ്യമല്ല. ഞാൻ ഇന്നലെ എടുത്ത ഒരു ലൈവ് സെഷനിൽ ഞാൻ ഈ കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു. കാരണം പരിശുദ്ധ മാതാവിനെ ഇകഴ്ത്തുവാനായിട്ട് ഒരു കൂട്ടം എപ്പോഴും കാണും. ഇനി ആ കൂട്ടം അനുദപിച്ച് തിരിച്ചു വന്നാൽ അടുത്ത കൂട്ടം ഉണ്ടാകും. ഇത് ലോകാന്ത്യം വരെയും കാണും. കാരണം എന്താണ്? കാരണം ഇത് ആദ്യ മാതാവായ ഹൗവയെപ്പോലെ ആയിരിക്കും ഈ രണ്ടാം ഹൗവ എന്ന് പിശാച് ധരിച്ചുപോയി. പക്ഷേ പിശാചിൻ്റെ പദ്ധതിയെ പൊളിച്ചു കളഞ്ഞ കാരണക്കാരിയാണ് പരിശുദ്ധ ദൈവമാതാവ്. പരിശുദ്ധ ദൈവമാതാവിനെ സ്വർഗം നേരത്തെ മുൻനിശ്ചയിച്ച് തിരഞ്ഞെടുത്തു വെച്ചു എങ്കിലും മുൻനിശ്ചയിക്കപ്പെട്ടാലും മുൻനിർണയിക്കപ്പെട്ടാലും, വാക്കുകൾ കേട്ട് പേടിക്കേണ്ട, അങ്ങനെയൊക്കെ ഉണ്ട്. അത് വേദപുസ്തകത്തിൽ നിന്നുള്ള വാക്കുകളാണ്. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ദൈവത്തിന് മുൻ നിശ്ചയമുണ്ട്, മുൻ നിർണയമുണ്ട് ചില കാര്യങ്ങളിൽ. അങ്ങനെ മുൻനിശ്ചയിച്ച് മുൻനിർണയിക്കപ്പെട്ട പരിശുദ്ധ ദൈവമാതാവിന് ഈ
തീരുമാനത്തിൽ നിന്ന് പിന്മാറുവാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. അല്ലാതെ നമ്മളാരും വിചാരിക്കരുത് പരിശുദ്ധ മാതാവ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാം ചെയ്തു വെച്ചതുപോലെ ഒരു വ്യക്തിത്വത്തെ ദൈവം അങ്ങോട്ട് തിരഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ട് ഇവിടെയാണ് ജനിക്കാൻ പോവുകയാണ്. അങ്ങനെയല്ല. പരിശുദ്ധ മാതാവിന് വേണമെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാം. ഒരു കാര്യം ദൈവം ഉറപ്പിക്കുന്നത് നമ്മൾ അതിനോട് സഹകരിച്ച് കീഴ്പ്പെടുമ്പോഴാണ്. അപ്പോഴേ ഇത് ഉറപ്പാകത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം ഇസാക്കിനെ ബലിയഴിക്കുവാൻ കൊണ്ടുവന്ന സമയത്ത് അബ്രഹാം യാഗപീഠത്തിന്മേൽ തൻ്റെ ഏകജാതനായ മകനെ കിടത്തി ബലി കഴിക്കുവാനായിട്ട് കത്തിയെടുത്തു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം എടുത്താൽ അവിടെ ശ്രദ്ധേയമായൊരു വചനമുണ്ട്. കത്തിയെടുത്ത് കഴിഞ്ഞപ്പോൾ ദൈവം പറയാണ്, അബ്രഹാമേ അബ്രഹാമേ, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. എന്നിട്ട് പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യം, ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. കുറച്ച് വായിക്കാമോ? അവനോട് ഒന്നും ചെയ്യരുത്. അത് ശ്രദ്ധിച്ച് വായിക്കണം. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ്ക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഇപ്പോൾ ആരറിയുന്നു? ഞാൻ അറിയുന്നു. അപ്പം ഞാൻ വിട്ടുകളഞ്ഞോ? എന്നോടാ വായിച്ചേ. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ്ക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ആര്? ദൈവം. ദൈവം ഇപ്പോഴാണ് അതറിയുന്നതെന്ന്. ദൈവത്തിന് നേരത്തെ അറിയത്തില്ലയോ? നേരത്തെയും അറിയാം. പക്ഷേ അബ്രഹാമിന് ഇതിൽ നിന്ന് പിന്മാറുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് പിന്മാറാതെ ദൈവകൽപ്പനയ്ക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ട് അത് നിവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവം ഇടപെട്ടിട്ട് ഇപ്പോൾ ആ തീരുമാനത്തെ പൂർണ്ണമായി ദൈവം അറിയുന്നു എന്ന് പറയുന്ന പോലെ പരിശുദ്ധ ദൈവമാതാവ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് സ്വർഗം ഇത് സ്വീകരിച്ച് മുദ്രയിട്ട് അവൾ ഇതിന് തീർച്ചയായും സമർപ്പിച്ച് വന്നിരിക്കുന്നുവെന്ന് സ്വർഗത്തിന് ബോധ്യമായത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നുള്ളത് പിശാച് പ്രതീക്ഷിച്ച മറുപടിയല്ല. കാരണം അപമാനഭാരം വരും, ആരോഗ്യം പോകും, സൗന്ദര്യം പോകും, താൻ ഇതുവരെ സൂക്ഷിച്ചിരുന്ന കന്യാത്വം നഷ്ടപ്പെടും. എങ്ങനെ നഷ്ടപ്പെടും? പേരിൽ നഷ്ടപ്പെടും. കാരണം പരിശുദ്ധ മാതാവ് കന്യാത്വം മരിക്കുന്നവരെ സൂക്ഷിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്. അതെങ്ങനെ മനസ്സിലാവും? ഇത് ഞാൻ വചനത്തിൽ നിന്നാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെ മനസ്സിലാക്കും? പരിശുദ്ധ ദൈവമാതാവ് അവസാനം വരെ തൻ്റെ കന്യാത്വം അത് ജഡത്തിലും ആത്മാവിലും സൂക്ഷിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്. അതെങ്ങനെ മനസ്സിലാവും? ദൈവദൂതൻ വന്നിട്ട് മാതാവിനോട് പറയാണ്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അതെപ്പോഴാണ് പറയുന്നത്? എപ്പോഴാണ് പറയുന്നത്? അവൾക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. ജോസഫ് എന്നുള്ള ഒരു നീതിമാനായ മനുഷ്യനെ കൊണ്ട് പരിശുദ്ധ മാതാവിനെ വിവാഹം നിശ്ചയിച്ചതിന് ശേഷം സ്വപ്നത്തിൽ മാതാവിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. നമുക്ക് ആ വാക്യം ഒന്ന് എടുക്കാം. അപ്പോഴത് ക്ലിയറായിട്ടത് മനസ്സിലാവും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധ മാതാവ്
ദൈവദൂതനുമായിട്ടുള്ള സംഭാഷണത്തിൽ ദൈവമാതാവ് തൻ്റെ കന്യാത്വം മരിക്കുന്നവരെ സൂക്ഷിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ഒളിവിൽ നമുക്ക് വായിക്കുവാൻ പറ്റുന്ന ഒരു വചനം അവിടെ കിടപ്പുണ്ട്. എത്രാം അധ്യായത്തിലാണ് പരിശുദ്ധ മാതാവിന് ദൂതൻ പ്രത്യക്ഷപ്പെടുന്ന കാര്യം എഴുതിയിരിക്കുന്നത്? 1-ാം അധ്യായം എത്രാം വാക്യം? 31 മുതൽ. അപ്പോൾ 26-ാം വാക്യം തൊട്ട് വായിക്കുകയാണ്. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രയത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ. കണ്ടോ? അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ജോസഫുമായിട്ട് ഓൾറെഡി എൻഗേജ്ഡ് ആണ്? ദൈവമാതാവ് എൻഗേജ്ഡ് ആണ്. അതിന് സ്പിരിച്വലായിട്ടുള്ള വേറൊരു അർത്ഥമുണ്ട്. അത് ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ട് കാണും, അതിപ്പം പറയുന്നില്ല. പരിശുദ്ധ മാതാവിനെ കന്യകാസ്ഥാനത്ത് നിന്ന് സമൂഹപരമായിട്ട് നീക്കി യോസഫിന് വിവാഹം നിശ്ചയിച്ചു. അപ്പോൾ കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്നു യെശയ്യാ പ്രവചൻ പ്രവചിച്ച ആ പ്രവചനത്തിൽ നിന്ന് പിശാച് കന്യകമാരെ നോക്കി വെച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് മാതാവിനെ മാറ്റി. ഇനി മാതാവല്ല ഇതെന്ന് മനസ്സിലായി. കാരണം യോസഫിന് ഓൾറെഡി വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞല്ലോ. അങ്ങനെ ഒരു ആത്മീയ അർത്ഥം അവിടെ കിടപ്പുണ്ട്. അത് പോട്ടെ. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് നിന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇതെന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? ജോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന ആ സമയത്താണ് പരിശുദ്ധ മാതാവിന് ആര് പ്രത്യക്ഷപ്പെടുന്നത്? ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് പരിശുദ്ധ മാതാവ് യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവളാണ്. വിവാഹം നിശ്ചയിച്ച ഒരാളോട് ദൂതൻ വന്ന് പറയുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം. അവിടെ നിൽക്കട്ടെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിവാഹം ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. അത് നിശ്ചയം കഴിഞ്ഞു. നിശ്ചയം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾ എന്നെ വിളിച്ചു. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മകളോട് പറയുകയാണ്, നീ സന്താന സൗഭാഗ്യമുള്ളവളായി തീരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണെന്ന് വിചാരിക്കുക. അന്നേരം ആ മകള് ഞെട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉണ്ടോ? ഒരാവശ്യവുമില്ല. വിവാഹം നിശ്ചയിച്ചാൽ വിവാഹം നടക്കും. വിവാഹം നടന്നു കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചാൽ സന്താന സൗഭാഗ്യവും ഉണ്ടാകും. അതൊരു പ്രകൃതിപരമായ ദൈവാനുഗ്രഹമാണ്. അതിന് ഞെട്ടേണ്ട വലിയ ആവശ്യമുണ്ടോ? ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? ദൈവദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ എന്നേക്കും യാക്കോബ് ഗൃഹത്തിന് രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞു. വലിയൊരു ഓഫറുമാണ് കൊടുക്കുന്നത്. ചുമ്മാ ഒരു മകനെ പ്രസവിക്കുമെന്നല്ല, ആ മകൻ എന്തായിത്തീരും, ആരായിത്തീരും എന്നുള്ളതിൻ്റെ ഒരു വലിയ വിശദീകരണം കൊടുത്താൽ ഏതൊരു സ്ത്രീക്കും സന്തോഷത്തിൻ്റെ അങ്ങേയറ്റം എത്തേണ്ട സമയത്ത് മാതാവ് ഞെട്ടി. അടുത്ത വാക്യം വായിച്ചേ. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? വിവാഹം നിശ്ചയിച്ചിരുന്ന ഒരാൾ പറയാണ്, ഞാൻ പുരുഷനെ അറിയായികയാൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മാതാവ് തൻ്റെ ശാരീരികമായ കന്യാത്വവും ഒരു പുരുഷനും അടിയറവ് വയ്ക്കുവാൻ ആഗ്രഹിക്കാതെ തൻ്റെ ശരീരവും മനസ്സും ആത്മാവും സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ആഗ്രഹിച്ചിരുന്നവളാണ്. അതുകൊണ്ടാണ് ദൂതനോട് പറയുന്നത്, ഞാൻ പുരുഷനെ അറിയായികയാൽ. കല്യാണം കഴിഞ്ഞാൽ അറിയുമല്ലോ,
നമ്മൾ അറിയുമെന്നുള്ള വാക്കിനെ പറ്റി പഠിച്ചില്ലേ? കുറച്ച് കാര്യങ്ങൾ പരിഗ്രഹിക്കുക, അറിയുക, ദൈവത്തെ അറിയുക എന്നൊക്കെ പറയുന്നത് ഈ മുഴുവനായിട്ടുള്ള ഒരു പരിഗ്രഹണമാണ്. ഈ പരിശുദ്ധ മാതാവ് പറയുകയാണ്, ഞാൻ പുരുഷനെ അറിയുന്നില്ല. വിവാഹം നിശ്ചയിച്ച ഒരാൾ പുരുഷനെ അറിയാതിരിക്കത്തില്ല. പക്ഷെ ഇവിടെ മാതാവ് ആകുലത പ്രകടിപ്പിക്കുന്നത് ഞാൻ വിവാഹം കഴിഞ്ഞാലും പുരുഷനെ അറിയുന്നില്ല എന്നുള്ളതിൻ്റെ വചനാടിസ്ഥാനമാണ്. മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ദൂതൻ പറയുന്നത്, ഇത് സംഭവിക്കുന്നത് പുരുഷനാലല്ല, പുരുഷ ബീജത്താലല്ല, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് പരിശുദ്ധ മാതാവ് കർത്താവിന് ജന്മം കൊടുക്കുന്നത്. ആ മാതാവിൻ്റെ പുകഴ്ച പെരുന്നാൾ ആയിരുന്നു ഇന്നലത്തെ ദിവസം. അതായത് മാതാവിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും കർത്താവിന് ജന്മം തന്ന, അതായത് രക്ഷയ്ക്ക് കാരണമായി തീർന്ന യേശുവിനെ ജനിപ്പിക്കുവാൻ കാരണമായോളെ മോദിച്ചിടുക കർത്തൻ നിൻ കൂടെ എന്ന് പാടുന്നത് അതുകൊണ്ടാണ്. കാരണമായവളാണ്. ആദ്യത്തെ ഹവ്വ പിശാചിന് അനുകൂലമായി ഒരു തീരുമാനമെടുത്തപ്പോൾ രണ്ടാം ഹവ്വായായ പരിശുദ്ധ ദൈവമാതാവ് അതുപോലെ എടുക്കും എന്ന് ഇവൻ വിചാരിച്ചു. പക്ഷെ നടന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതി നിറവാകുവാൻ പിശാചിൻ്റെ പദ്ധതിയെ പൊളിച്ചു കളഞ്ഞതിനാൽ ആദ്യത്തെ ഹവ്വായുടെ പദ്ധതി പ്രകാരം പരിശുദ്ധ മറിയാം നീങ്ങാഞ്ഞതിനാൽ ഇവളെ രക്ഷയ്ക്ക് കാരണമായ രണ്ടാം ഹവ്വ എന്ന് വിളിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവം ഇറങ്ങി വസിക്കുന്ന സ്ഥലം സ്വർഗതുല്യമാകിയാൽ അവളുടെ ഉദരത്തിൽ ദൈവം വസിച്ചതുകൊണ്ട് അവളെ രണ്ടാം സ്വർഗം എന്നും സഭ വിളിക്കുന്നു. പരിശുദ്ധ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയിലേക്ക് വരാം. ഇന്നത്തെ ദിവസം ശിശുവധ പെരുന്നാളാണ്. എന്താണ് ശിശുവധ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് പരിശുദ്ധ മാതാവുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഈ ശിശുക്കൾ വധിക്കപ്പെടുവാൻ കാരണം മാതാവാണ്. മാതാവ് മുമ്പ് പറഞ്ഞ ഈ തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ കർത്താവ് ജനിക്കത്തുമില്ലായിരുന്നു, ഈ ശിശുക്കൾ വധിക്കപ്പെടത്തുമില്ലായിരുന്നു. അപ്പോൾ അവിടെയും പരിശുദ്ധ മാതാവിനും കർത്താവിനും ഈ ശിശുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാരണമുണ്ട്. കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്നത് അതിൻ്റെ ഗൗരവം കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള മാതാപിതാക്കൾക്ക് മനസ്സിലാവും. അല്ലാത്തവർക്ക് അത് പെട്ടെന്ന് അത്ര എളുപ്പം പിടികിട്ടണം എന്നില്ല. എനിക്കൊട്ടുമേ മനസ്സിലാവുകയില്ല. കുഞ്ഞുങ്ങളുള്ളവർക്ക് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന നഷ്ടപ്പെട്ടിട്ടില്ലാത്ത അവസ്ഥയിൽ പോലും ചിലപ്പോൾ ആലോചിച്ച് മനസ്സിലാക്കുവാൻ പറ്റിയേക്കും. അതുകൊണ്ട് തന്നെ ഈ പിതാക്കന്മാരുടെ ഇന്നലത്തെ സന്ധ്യയുടെ സെതറായിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. അത് നമ്മൾ അല്പസമയം ഒന്ന് ധ്യാനിച്ചിട്ട് നമുക്ക് ചിന്തകളിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുകയാണ്. മത്തായി ശ്ലീഹ പറയുന്നുണ്ട്, റാമയിൽ ഒരു ശബ്ദം കേട്ടു. അല്ലേ? എവിടെയാണ്? റാമയിൽ ഒരു ശബ്ദം കേട്ടു. എന്താണ് ശബ്ദം? കരച്ചിലിൻ്റെയും വിലാപത്തിൻ്റെയും ശബ്ദം. 2-ാം അധ്യായം 17-ാം വാക്യത്തിലാണ് മത്തായി ശ്ലീഹ അത് കോട്ട് ചെയ്തിരിക്കുന്നത്. യെരമ്യാവിൻ്റെ പുസ്തകം 31-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിന്നാണ്. നമുക്കത് വായിക്കാം. പ്രവാചകൻ്റെ പ്രവചനമാണ്. ഏകദേശം 500 വർഷത്തിന് ശേഷം സംഭവിക്കുവാനിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ഒരു പ്രവാചകൻ യെരമ്യാവ് പ്രവചിക്കുകയാണ്. യെരമ്യാ പ്രവാചകൻ ഒരു ചെറുപ്പക്കാരനായിരുന്നു കേട്ടോ. വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുപ്പം മുതലേ ഉദരത്തിൽ വെച്ച് ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. വളരെ ചെറുപ്പത്തിലെ പ്രവചനം തുടങ്ങി. വളരെ ക്രൂരമായിട്ട് മരണപ്പെടുകയാണ് ചെയ്തത്. ഈ പ്രവാചകൻ പ്രവചിക്കുകയാണ്. റാമയിൽ 31-ാം അധ്യായം 15-ാം വാക്യം വായിക്കാമോ? 31-ാം അധ്യായം 15-ാം വാക്യം.
യിരെമ്യാവിൻ്റെ പുസ്തകം 31 അധ്യായം 15 വാക്യം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തൻ്റെ മക്കളെക്കുറിച്ച് കരയുന്നു. അവർ ഇല്ലായ്കയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല. താഴോട്ട് പ്രവചനങ്ങളുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ പിതാക്കന്മാരുടെ ഇന്നലത്തെ സെതറ ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ആ സ്ഥലത്തുണ്ടായ, അതായത് ഹെറോദേസ് രാജാവ് കുഞ്ഞുങ്ങളെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. കാരണം എന്താണ്? വിദ്വാൻമാരോട് പറഞ്ഞു വിട്ടിരുന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കണ്ടിട്ട് നിങ്ങൾ ഈ വഴി വരണം, എന്നോട് പറയണം, എനിക്കും അവനെ ചെന്ന് വന്ദിക്കേണ്ടതിന്. ഇതാര് പറഞ്ഞതാണ്? ഹെറോദേസ് അല്ലേ? ഹെറോദേസ് അല്ല പറഞ്ഞത്. എലിസബത്ത് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എങ്ങനെയുണ്ടായി? ആര് പറഞ്ഞതാണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറഞ്ഞത്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എങ്ങനെ എനിക്കുണ്ടായി. ഇവിടെ ഹെരോദ വിദ്വാൻമാരോട് പറയുകയാണ്, നിങ്ങൾ ചെന്ന് ആ രാജാവ് എന്ന് പറഞ്ഞ ആ ശിശുവിനെ കണ്ടിട്ട് ഇങ്ങോട്ട് വരണം. എന്തിനാണ്? എനിക്ക് അവനെ ചെന്ന് നിങ്ങൾ വന്ദിച്ചതുപോലെ ഒന്ന് വന്ദിക്കണം. ഇതാര് പറഞ്ഞതാണ്? ഇത് പിശാച് പറഞ്ഞതാണ്. പിശാച് ഇങ്ങനെയാണ് കെണി വയ്ക്കുന്നത്, തുടക്കം മുതലേ ഇങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ഇവൻ ദൈവിക ഭാവം കലർത്തിയേ ദൈവമക്കളെ വശീകരിക്കത്തുള്ളൂ. സാധാരണക്കാരെ അവന് എങ്ങനെ വേണമെങ്കിലും വശീകരിക്കാം. അതായത് ദൈവവിശ്വാസമില്ലാത്തവർ അവൻ്റെ പിടിയിലാണ്, ദൈവത്തെ അറിയാത്തവർ അവൻ്റെ പിടിയിലാണ്. അവരെ കൊണ്ട് അവൻ എങ്ങനെ വേണേലും അവൻ്റേതായ രീതിയിൽ വീണ്ടും വീണ്ടും വശീകരിച്ച് അവൻ്റെ ദുർശേഷ, അങ്ങനെ ഒരു വാക്കുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, സുവിശേഷ എന്നുള്ളതിനൊരു ഓപ്പോസിറ്റ് പറഞ്ഞതാണ്, ദുവിശേഷ, അങ്ങനെ വേണേൽ വായിക്കാം, ദുവിശേഷ വേല ചെയ്യാം. എന്നാൽ ദൈവമക്കളെ വശീകരിക്കണമെങ്കിൽ അത് പറ്റില്ല. ദൈവമക്കളെ വശീകരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവികമായ ഭാവമാണെന്ന് തോന്നിപ്പിക്ക വിധം വേണം ഈ തിന്മയിലേക്ക് വലിച്ചിടാൻ. ഹവ്വായോട് എന്താണ് പറഞ്ഞത്? ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കില്ല. ദൈവം എന്ന് പറഞ്ഞു? മരിക്കുമെന്ന്. മരിക്കില്ല നിശ്ചയം. പിന്നെ എങ്ങനെയാവും? മരിക്കില്ലെന്ന് മാത്രമല്ല, നീ എന്നെപ്പോലാവും എന്നാണോ പറഞ്ഞത്? അല്ല, നീ ദൈവത്തെ പോലെ ആവുമെന്നാണ് പറഞ്ഞത്. എന്നാലേ ഹവ്വ വീഴത്തുള്ളെന്നറിയാം. അതുകൊണ്ട് പിശാച് എപ്പോഴും നമ്മളെ തകർക്കുവാൻ ശ്രമിക്കുന്നത് ദൈവികമായ വ്യാപാരങ്ങളിലൂടെ. ഇത് മനസ്സിലാക്കാനാണ് ഡിസൈനിങ് പവർ വേണമെന്ന് പറയുന്നത്. ഡിസൈനിങ് പവർ, അതായത് വിവേചനപരമായ ഒരു ബുദ്ധിയുടെ ആധ്യാത്മികതയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കുമെന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ വിവേചിച്ചറിയുവാനുള്ള ബുദ്ധി, ശലോമോന് കൊടുത്ത ദൈവത്തിൻ്റെ ജ്ഞാനം, ഇതുണ്ടെങ്കിൽ മാത്രമേ ഏതിലാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത് വലിയ ദൈവഭക്തന്മാർ വീണുപോകുന്ന ഒരു മണ്ഡലമാണിത്. അത് അച്ഛന്മാരും പുരോഹിതന്മാരും മഹാപുരോഹിതന്മാർക്കും ഒക്കെ ഈ അബദ്ധം പറ്റും, വിശ്വാസികൾക്കും പറ്റും. അതായത് ഭക്തരായി ദൈവത്തെ അന്വേഷിക്കുന്ന, യേശുവിനെ ശരിക്കും സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിലും പിശാച് വയ്ക്കുന്ന കെണി വേറൊരു രീതിയിലാണ്. അത് തിരിച്ചറിയണം. അല്ലാതൊരു നിങ്ങൾക്കൊരു കടബാധ്യതയോ വല്ല അസുഖമോ വരുത്തി നിങ്ങളുടെ വിശ്വാസം ചോർത്തിയാൽ ചോരില്ല എന്ന് ബോധ്യമായാൽ അവൻ വേറെ കുടുക്കുകൾ ദൈവികമായ ഭാവത്തിലൂടെ കൊണ്ടുവന്ന് നമ്മളെ വലിച്ച് താഴെയിടും. താഴെയിട്ട് കഴിഞ്ഞാണ് നമുക്ക് മനസ്സിലാവുന്നത്, കർത്താവേ ചെയ്തതെല്ലാം വൃഥാവായി പോയല്ലോ എന്ന്. അതുകൊണ്ടാണ് എല്ലാം പരിശുദ്ധാത്മാവിൽ ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ വയ്ക്കുക. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവും. ഞാനിത് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ചെയ്യുന്ന പ്രവർത്തികൾ പരിശുദ്ധാത്മാവിൽ, അതായത് പരിശുദ്ധാത്മാവിനകത്തുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്താൽ മതി. ബാക്കിയൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ നന്മ പ്രവർത്തികളും കൂടെ നന്മ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട, നടക്കത്തൊന്നുമില്ല. പരിശുദ്ധാത്മാവ് ബോധിപ്പിക്കുന്ന
പ്രബോധിപ്പിക്കുന്ന നന്മ പ്രവൃത്തികൾ ചെയ്താൽ മതി. ചിലർക്കൊരു ധാരണയുണ്ട്, ഈ ദൈവത്തെ ഒന്നും അറിയണ്ട, അത് വിശ്വാസികൾക്കുണ്ടങ്ങനെ. അങ്ങനെ പള്ളിയിലൊന്നും വരികയോ ആരാധിക്കുകയോ ചെയ്യണ്ട, മനസ്സ് നന്നായാൽ മതി, മനുഷ്യരെ സ്നേഹിച്ചാൽ മതി. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഒരു ചിന്താധാര പോകുന്നത്, അല്ലേ? അങ്ങനെ കേട്ടിട്ടില്ലേ? മനസ്സ് നന്നായാൽ മതി, മനുഷ്യരെയൊക്കെ സ്നേഹിക്കുക, അല്ലാതെ എന്തുവാണ് ദൈവം ആഗ്രഹിക്കുന്നത്? അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, അത് മനുഷ്യനെ സ്നേഹിക്കുക, നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ പരിശുദ്ധാത്മാവിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പരിശുദ്ധാത്മാവിനെ നേടണ്ടേ. മനുഷ്യരെ സ്നേഹിക്കാനാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരെയും സ്നേഹിക്കേണ്ടി വരും. 600 കോടി ജനങ്ങളുണ്ട്. നമുക്ക് ഇവരെ ആരെയും അറിയത്തുമില്ല. ഇവരെ എല്ലാം സഹായിച്ചാൽ പോലും സ്നേഹിച്ചാൽ പോലും നമ്മൾ നീതീകരിക്കപ്പെടില്ലെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെടേണ്ട കാര്യം പരിശുദ്ധാത്മാവ് നമ്മളെ ബോധിപ്പിക്കും. അതുകൊണ്ട് ഒരു വിവേചന ആത്മാവ് നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഹെറോദേസ് പിശാചിൻ്റെ ആത്മാവിനാൽ ഇവരോട് പറഞ്ഞത് എനിക്ക് അവനെ പോയി വന്ദിക്കണം എന്നുള്ളതാണ്. ഇത് വിദ്വാൻമാർക്ക് അന്നേരം മനസ്സിലായില്ല, പക്ഷേ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു, ഇനി അതുവഴി പോകരുത്. ഇതിനെയാണ് സ്ട്രാറ്റജിക് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതാണ് സ്പോട്ടിൽ സ്ട്രാറ്റജി മാറ്റുക എന്നൊരു കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ? പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലല്ലോ. അവൻ പാപത്തിൽ വലിച്ചിടാൻ മിടുക്കനാണ്. ഇതുപോലുള്ള തന്ത്രങ്ങൾ പലത് അവൻ മെനയും. ഇത് അവൻ്റെ ഒരു തന്ത്രമാണ്, ഈ ദൈവിക ഭാവത്തിൽ പൊതിയുക. ഇതേ തന്ത്രം തന്നെ കർത്താവ് എടുത്തിട്ടുണ്ട്, അറിയാമോ? പിശാചിനെ തോൽപ്പിക്കാൻ. അതായത് കുരിശിൽ അവൻ മരിച്ചത് എങ്ങനെയാണ്? പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ തന്നെത്താൻ പാപം ആക്കി. ആയി എന്നല്ല, ആക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഈ പിശാചിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവനെ തകർക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഉദ്ദേശം. പക്ഷേ യേശുവിന് മരണം എടുത്തിട്ട് പിശാചിൻ്റെ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. യേശുവിന് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. വേണ്ടേ? എന്തിനാണ്? അവിടെ കിടക്കുന്ന ആത്മാക്കളെ രക്ഷിച്ച് പറുദീസയിലേക്ക് കൊണ്ടുവരുവാൻ. ഒരു പാതാളത്തിൻ്റെ അവസ്ഥ പാപമയമാണ്. അവിടേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ പിശാചിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ദൈവമക്കളുടെ ആത്മാക്കളെ വീണ്ടെടുക്കണം. പക്ഷേ പിശാചിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ പിശാചിനിഷ്ടപ്പെടുന്ന ഒരു സംഗതി യേശു വലിച്ചു വാരി തേക്കണം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. ഈ കൃഷിയെ നശിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജന്തുവാണ് പന്നി. ഇപ്പോൾ പന്നിയെ പിടിക്കാനായിട്ട് പലവിധ ടെക്നോളജികളുണ്ട്. പണ്ട് ആൾക്കാർ എങ്ങനെയാണ് പന്നിയെ പിടിച്ചുകൊണ്ടിരുന്നത്? പടക്കം പൊട്ടിച്ചാണ്, തോട്ട വെച്ചാണ്. തോട്ട ചുമ്മാ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പന്നി അത് വന്ന് തിന്നുമോ? തിന്നത്തില്ല. ചുമ്മാ എന്തെങ്കിലും സാധനം കൊണ്ടുവന്ന് വെച്ചാൽ അത് തിന്നത്തില്ല. പക്ഷെ ആ തോട്ടയിൽ എന്ത് തേക്കും, അല്ലെങ്കിൽ എന്ത് വെക്കുമെന്നറിയാമോ? ഇറച്ചി വെച്ച് ചുറ്റും. ഇറച്ചി വെച്ച് ചുറ്റിയിട്ടാണ് അതവിടെ ഇടുന്നത്. അപ്പോൾ പന്നി വന്ന് ഇത് ഇറച്ചിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കടിക്കുന്നത്. കടിച്ചു കഴിയുമ്പോൾ അത് പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാണ് ഇത് ബോംബാണെന്നല്ലോ ഇവന് മനസ്സിലാവുന്നത്. ഇതുപോലെ തന്നെ പാതാളത്തിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ തന്നെത്താൻ പാപം വലിച്ചു വാരി തേച്ചു. എന്നിട്ട് പിശാചിൻ്റെ അടുത്തോട്ട് നിന്ന് കൊടുത്തു. അവൻ പിടിച്ച് ക്രൂശിച്ചു. അപ്പം യഹൂദന്മാർ വിചാരിച്ചത്, യഹൂദന്മാരെന്ന് പറയുമ്പോൾ തന്നെ ക്രൂശിച്ചവർ യഹൂദരല്ല, പിശാചാണ്. യഹൂദരല്ല എന്ന് പറഞ്ഞാൽ യഹൂദരിൽ അവൻ കയറി യഹൂദർ മുഖാന്തരമാണ് പിശാച് ഈ പരിപാടി നടത്തുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? യഹൂദരുടെ ഉള്ളിലേക്ക് ആരാണ് പ്രവേശിച്ചത്? പിശാചാണ് പ്രവേശിക്കുന്നത്. പിശാച് പ്രവേശിച്ചിട്ട്
പിശാചാണ് ഈ പ്രവൃത്തി നടത്തുന്നത്. യേശുവിനെ കൊല്ലുകയാണ്. കൊന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ആറ്റം ബോംബായിരുന്നു, തൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവമക്കളെല്ലാം ഇവനിപ്പം വിടുവിക്കും എന്നുള്ള കാര്യം പിശാചിന് പോലും ബോധ്യമായത് യേശു മരിച്ചു കഴിഞ്ഞപ്പോഴാണ്. കൊന്നു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചോളൂ എന്നാണ് വിചാരിച്ചത്. ഇവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും പാതാളത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെയും ശക്തി വ്യാപാരത്തെപ്പറ്റി പിശാചിന് അറിവില്ലാതെ പോയി. അതുകൊണ്ട് ഈ വിവേചനം നമ്മൾ ശരിക്ക് നമുക്ക് ലഭിക്കത്തക്കവണ്ണം പ്രാർത്ഥിക്കണം. അതിനാണ് ജ്ഞാനം. പരിശുദ്ധനായ പൗലോസ്ലീഹ എപ്പോഴും കർത്താവിനെക്കുറിച്ച് പറയുന്നത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം എന്നാണ്. പരിജ്ഞാനം, യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം, യേശു ക്രിസ്തുവിൻ്റെ അത് നിങ്ങളിൽ ഉണ്ടാവണം. ഈ പരിജ്ഞാനം ഉണ്ടാകുമ്പോൾ നമുക്ക് വിവേചന ശക്തി ലഭിക്കും. അപ്പോൾ ഇത്തരം കെണിയിൽ പെട്ട് കിടക്കുന്നവരെ കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവും അവർ ചെയ്യുന്നത് ദൈവികമാണെന്ന് തോന്നത്തക്കവണ്ണമാണ് അവരെ കൊണ്ട് പല കാര്യങ്ങളും പിശാച് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് സഭകൾ താർന്നു പോകുന്നു, പള്ളികളിൽ തകർച്ചയുണ്ടാകുന്നു, കുടുംബങ്ങളിൽ തകർച്ചയുണ്ടാകുന്നു, വ്യക്തികളിൽ തകർച്ചയുണ്ടാകുന്നു. ചെയ്യുന്നതെല്ലാം ദൈവികമായ കാര്യമാണെന്ന് നമ്മളെ കൊണ്ടങ്ങ് തോന്നിപ്പിക്കുക. ഇതിലൊന്നും അടിസ്ഥാനപരമായി ദൈവികത ഇല്ല എന്നുള്ള തിരിച്ചറിവ് ദൈവവചനത്തിൽ ഇരുന്ന് ധ്യാനിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പരിജ്ഞാനം നേടിയെടുത്ത് വിവേകം പ്രാപിക്കുന്നതിന് മാത്രമേ അത് തെളിഞ്ഞു വരത്തുള്ളൂ. അല്ലാത്തവർ ഇങ്ങനെ തന്നെ പോകും. അത് നാശത്തിലേക്കുള്ള പോക്കാണ്. അപ്പോൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് സ്ട്രാറ്റജി മാറ്റിപ്പിടിക്കണം. അത് ദൈവം അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. വിദ്വാൻമാരോട് പറഞ്ഞു, നിങ്ങൾ ആ വഴി പോകണ്ട. പെട്ടെന്ന് സ്ട്രാറ്റജി മാറ്റിയപ്പോൾ ഹെരോദാവിന് മനസ്സിലായി താൻ കബളിപ്പിക്കപ്പെട്ടു. ഉടനെ അവൻ അവൻ്റെ വൈരാഗ്യത്തിൻ്റെ തീഷ്ണഭാവം അല്ലെങ്കിൽ ആ വൾഗർ നേച്ചർ പുറത്തേക്ക് വരികയാണ്. പിശാചിന് 2 നേച്ചറുണ്ട്. ഹെരോദാവിൻ്റെ ഉള്ളിലിരുന്ന ഒരു നേച്ചറാണ് ഈ സ്നേഹപരമായി നമ്മളെ കീഴ്പ്പെടുത്തുക എന്നുള്ളത്. മക്കളെ, നിങ്ങൾ അങ്ങോട്ട് പോവോ, എനിക്കും പുറകെ വരാനാണ്, നിങ്ങൾ പൊന്നും മൂരുമാണോ കൊടുക്കുന്നത്, ഞാൻ അതിനേക്കാളിൽ വലിയ കാര്യങ്ങളും കൊണ്ട് വരുന്നുണ്ട്, പുറകെ പണമൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്ന് അവർ വിചാരിക്കത്തക്കവണ്ണമാണ് അവരോട് പറഞ്ഞത്. പക്ഷേ ഉള്ളിലിരിപ്പ് വേറെയായിരുന്നു. അപ്പോൾ താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് ബോധ്യം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? കബളിപ്പിക്കപ്പെട്ടു എന്ന് ബോധ്യം വന്നപ്പോൾ തൻ്റെ ഉള്ളിലെ യഥാർത്ഥ പൈശാചിക സ്വഭാവം വെളിയിലേക്ക് വന്നു. ഇത്ര തീവ്രമായ എന്താ പറയുക, ഒരു ദുഷ്ടവാസന ഒരാൾക്കും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച ഡയക്ലീഷ്യൻ, നീറോ ചക്രവർത്തി, ഡെമോക്ലേസ് മുതലായ ഒരുപാട് ചക്രവർത്തിമാരുണ്ടായിരുന്നു. ഇവരൊന്നും ഇത്ര ഒരു തീവ്രമായ, അതായത് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളഞ്ഞേക്കാൻ പറഞ്ഞു. ആ ഒരു സീനാരിയോ, അതായത് റാമയിലുണ്ടായിരുന്ന ആ ഒരു സിനാരിയോ എങ്ങനെ ആയിരുന്നുവെന്ന് പിതാക്കന്മാരൊരു കഥ പോലെ ഇന്നലത്തെ സന്ധ്യയുടെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഈ വിധ ദയനീയ പ്രലാപം ബ്രാംസായിൽ കേൾക്കപ്പെട്ടു. അതിന് അടക്കമുണ്ടായില്ല. ശിശുക്കൾ മാർവിനെ അഭയം പ്രാപിച്ചപ്പോൾ അവിടെ നിന്നും അവരെ വലിച്ചെടുത്ത് നിർദ്ദയം ഛേദിച്ചു. ഒരമ്മ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് ആ ക്രൂര പീഡനത്തിന് രക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ചെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് വെട്ടുകയാണ്. അവർ ഈ ജീവിതം വിട്ടയുടൻ അനാദിന്റെ ജീവൻ പ്രാപിച്ചു. അവർ എന്തൊന്നിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടുവോ ആ സ്വന്തം രക്തത്തിന് പകരം ശോഭിതമായ അങ്കി ധരിക്കപ്പെട്ടു. ഈ രക്തസാക്ഷി മരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആത്മാവിൻ്റെ പൂർണ്ണ വളർച്ചയുമായിട്ട്, മച്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറിയാക്കോസാദയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് നമ്മുടെ ആത്മാവിനൊരു മെച്യൂരിറ്റി ലെവലുണ്ട്.
ആ ലെവൽ എത്തിക്കഴിയുമ്പോൾ ഈ ശരീരത്തിന് അതിനെ ഉൾക്കൊള്ളുവാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ജീവനോടിരിക്കുന്നതിൻ്റെ കാര്യം എൻ്റെ ആത്മാവിന് സ്വർഗത്തിൽ ചെല്ലാനുള്ള മച്യൂരിറ്റി ആയിട്ടില്ലാത്തതുകൊണ്ടാണ്. അതാകുമ്പോൾ ദൈവം അവിടുന്ന് അങ്ങ് എടുക്കും. എന്നാൽ നമ്മളതിനെ വളർത്താതെ പൈശാചിക വാസനയ്ക്ക് വിട്ടാലും ശരീരത്തിന് ഇതിൽ നിന്ന് മാറ്റപ്പെട്ടേ പറ്റത്തുള്ളൂ. അത് സംഭവിക്കും. എന്നാൽ ദൈവികമായി ജീവിക്കുകയും അതിനെ തീഷ്ണതയോടെ, സ്നേഹത്തോടെ, വാഞ്ചയോടെ കാണുകയും ചെയ്യുന്ന വിശുദ്ധരായവരുടെ ആത്മാക്കൾ പെട്ടെന്ന് ചിലർക്ക് പൂർണ്ണ വളർച്ച ദൈവിക നിയോഗത്താൽ പ്രാപിക്കും. ഇത് നമ്മൾ നേടിയെടുക്കുന്ന ഒന്നുമല്ല, ദൈവമാക്കുന്നതാണ്. ചില ആത്മാക്കളെ പെട്ടെന്ന് അങ്ങ് അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തിക്കും. അതായത് അവർ മച്യൂറായി. ആ മച്യൂറായി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരം അതിനെ താങ്ങില്ല. ശരീരമെന്ന് മാത്രമല്ല, ഈ ലോകം പോലും താങ്ങില്ല. ലോകത്തിന് കൊള്ളില്ല അവരെ. അപ്പോൾ എന്ത് ചെയ്യും? അവരെ ഒരു ഓപ്പറേഷൻ നടത്തി പുറത്തെടുക്കും. അതായത് ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ വഹിച്ചിരിക്കുന്ന ഒരു മാതാവ് സാധാരണ രീതിയിൽ 9 മാസം കഴിയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്നത്. ചിലർ 6 മാസം ആകുമ്പോൾ പുറത്ത് വരണം എന്നുള്ള വളർച്ച എത്തും. അപ്പോൾ എന്ത് ചെയ്യും? കീറുക എന്നുള്ളതേ ഉള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ദൈവം അത് ഒരു പൈശാചി ഏജൻസിക്ക് അങ്ങ് ഏൽപ്പിക്കും. അങ്ങനെ അവരാണ് ഈ കർമ്മം നിർവഹിക്കുന്നത്. പക്ഷേ അതിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദൈവസിംഹാസനത്തിൽ കൊടുക്കുന്ന ഒരു പ്രത്യേക സ്ഥാനത്തെ പിതാക്കന്മാർ പ്രാർത്ഥനയിലൂടെ പറയുന്നത് സഹദേന്മാരെ കിരീടം ധരിപ്പിക്കുന്നവനായുള്ളവയെന്നാണ്. അപ്പോൾ ഞാനൊരു ചോദ്യം നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ലിബിയയിൽ വെച്ച് കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ട്, സഹദേന്മാരായവരാണ്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലെ 15 ചെറുപ്പക്കാർ, 15ആണോ 25ആണോ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നല്ല ചുറുചുറുക്കുള്ള ഒരു 25-നും 35-നും വയസ്സിനിടയിലുള്ള ചെറുപ്പക്കാരെയാണ് കർത്താവിൻ്റെ പേരിൽ ഈ അടുത്തിടയ്ക്ക് കൊന്നത്. 2015 അതിൻ്റെ യൂട്യൂബിൽ അതിനെപ്പറ്റിയുള്ള വളരെയധികം ഡീറ്റെയിൽഡായിട്ടുള്ള അവരുടെ ഭാര്യമാരുടെ ഇൻ്റർവ്യൂസൊക്കെ ഇപ്പോഴും ഇട്ടിട്ടുണ്ട്, ഇപ്പോഴും കിടപ്പുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അതിലൊരാൾ വിജാതീയനായിരുന്നു. ഈ വിജാതീയൻ എന്തുകൊണ്ട് രക്തസാക്ഷി മരണം പ്രാപിച്ചു എന്ന് ചോദിച്ചാൽ, ഈ ബാക്കിയുള്ള ഈ കൂട്ടുകാരുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണത കണ്ടിട്ട് അവനും പറഞ്ഞു ഞാനും കർത്താവിനോട് ചേരുവാണ് എന്ന് പറഞ്ഞ് ആ സമയത്ത് അവനും ഈ തീവ്രവാദികളുടെ മുമ്പിൽ തലവെച്ച് കൊടുത്തു. എൻ്റെ ചോദ്യം, ഇവൻ മാമോദീസ മുങ്ങിയിട്ടില്ല ഉണ്ടോ? പിന്നെ ഇവൻ്റെ മാമോദീസ എങ്ങനെ? വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാതെ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇവനൊരു മാമോദീസ നടക്കും. എപ്പോഴാണ്? അവൻ രക്തത്താലാണ് മാമോദീസ ഏൽക്കുന്നത്. അങ്ങനൊരു മാമോദീസ ഉണ്ട്. സഹദേന്മാരുടെ മാമോദീസ നടക്കുന്നത് രക്തത്താലാണ്. അത് ഞാൻ പറഞ്ഞല്ല, കർത്താവ് പറഞ്ഞതാണ്. സെബദി മക്കളുടെ അമ്മ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, എൻ്റെ മക്കളെ നിൻ്റെ ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള അനുവാദം കൊടുക്കാമോ? കർത്താവ് എന്താ പറഞ്ഞു? അത് നീ ചോദിച്ച ചോദ്യം കൊള്ളാം, പക്ഷെ അത് ഇച്ചിരി കഠിനമാണ്. എൻ്റെ ഇടത്തും വലത്തും ഇരിക്കേണ്ട കാര്യം തീരുമാനിക്കുന്നത് ഞാനല്ല, സ്വർഗസ്വനായ പിതാവ് അത്രേ. അതിൻ്റെ കൂടെ കർത്താവ് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ ഏൽക്കുന്ന സ്നാനം എന്ന് പറഞ്ഞാൽ കുളി എന്ന് പറഞ്ഞാൽ മാമോദീസ ഏൽക്കുവാൻ നിങ്ങൾ കഴിയുമോ? കർത്താവ് ഉദ്ദേശിച്ച സ്നാനം എന്താണ്? യോർദാൻ നദിയിലെ സ്നാനമല്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം ഏൽക്കുവാൻ നിങ്ങൾ കഴിയുമോ? അതായത് കുരിശു മരണത്തിലൂടെ രക്തം ചിന്തുവാൻ ഞാൻ ചെയ്യാൻ പോകുന്ന പോലെ നിനക്ക് കഴിയുമോ? അത് കഴിഞ്ഞു. അതിലൊരാൾക്ക് കഴിഞ്ഞു, യാക്കോബിന് കഴിഞ്ഞു. ആദ്യത്തെ രക്തസാക്ഷി യാക്കോബാണ്, ശിഷ്യനായ യാക്കോബല്ല. എന്നാൽ ഈ യാക്കോബും രക്തസാക്ഷിയായവരാണ്. അപ്പോൾ അവർ സ്നാനമേൽക്കുന്നത് രക്തത്താലാണ്. ആദ്യം സ്നാനമേറ്റവരുണ്ടാവും,
എന്നാൽ ഒരു പുറജാതിയൻ ഇതുപോലെ വിശ്വസിച്ച്, ഒരു വിജാതിയൻ ഇതുപോലെ വിശ്വസിച്ച് സ്നാനമേൽക്കുമ്പോൾ അല്ലെങ്കിൽ രക്തസാക്ഷി മരണം പ്രാപിക്കുമ്പോൾ അവർ രക്തത്താൽ മാമോദീസ മുക്കപ്പെട്ടു. ഇനി കണ്ണുനീരിനാലൊരു സ്നാനമുണ്ട്, അനുതാപത്താൽ സ്നാനമുണ്ട്. അതുകൊണ്ടാണ് ദിവസവും നമ്മൾ അനുതാപത്തോടുകൂടി ജീവിക്കണമെന്ന് പറയുന്നത്. കാരണം പാപം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ കയറി പറ്റുന്ന ഒരു കാര്യം കൂടാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ പ്രതിഫലമായിട്ട് വരുന്നതല്ല ഈ പാപത്തിൻ്റെ ഈ ഇൻപ്രിൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാസന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുദ്ര. നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ പാപം കയറും. അപ്പോൾ ഇതിനെല്ലാം ദിവസവും കഴുകിക്കളയണം. കഴുകിക്കളയുന്നത് എന്ത് മാമോദീസയാണ്? അനുതാപത്തിൻ്റെ കണ്ണുനീരിൻ്റെ മാമോദീസ. അങ്ങനെ ഒരു മാമോദീസയുണ്ട്. അങ്ങനെ മാമോദീസ ആന്തരിക അർത്ഥത്തിൽ ഈ രീതിയിലൊക്കെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. പരിശുദ്ധനായ അപ്രയും പിതാവ് കണ്ണുനീർ എന്നൊരു അധ്യായം തന്നെ തൻ്റെ സങ്കീർത്തനം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് മുഴുവൻ ഈ കണ്ണുനീർ മുഖാന്തരം കഴുകൽപ്പെടുന്നതിൻ്റെ വർണ്ണ്യ അവസ്ഥയെ പിതാവ് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ വെള്ളത്താലും ആത്മാവിനാലുമുള്ള മാമോദിസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ അതിൽ നിന്ന് മറന്നു പോകരുത്. അപ്പോൾ ഈ ശിശുവധ പെരുന്നാളിൽ പിതാക്കന്മാർ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അവർ മാതൃമടിയിൽ നിന്നും അപഹരിക്കപ്പെട്ടപ്പോൾ സ്വർഗരാജ്യത്തെ സ്വാധീനമാക്കി തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും പിരിഞ്ഞ ഉടൻ ഇവർ മശിയാതമ്പുരാന് ആത്മീയ സഹോദരങ്ങളായി തീർന്നു. ഇഹത്തിലെ സന്തോഷത്തിൽ നിന്ന് പിരിക്കപ്പെട്ടപ്പോൾ അവർ പരത്തിലെ വർണ്ണ്യമില്ലാത്ത ആനന്ദം കൈക്കൊണ്ടു. അത് അവരുടെ രക്തസാക്ഷി മുഖാന്തരം അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെയാണ്. അതിനു മുമ്പാണ് ഈ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പിതാക്കന്മാർ എഴുതിയിട്ടിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: നിന്റെ പരിശുദ്ധ സഭയുടെ കിരീടത്തിൽ അവരെ നല്ല മുദ്രകളായി പതിച്ചു. സ്വർഗരാജ്യത്തിൽ നിന്ന് വീണവർക്ക് പകരം അതിൽ അവകാശികളായിരിക്കാൻ നിന്റെ പരിശുദ്ധ മാലാഖമാരുടെ കൂട്ടത്തിൽ നീ അവരെ ഗണിച്ചു. ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ വധത്തെയും ദുഃഖിതരായ അവരുടെ മാതാപിതാക്കളുടെ ദയനീയ നിലവിളിയെയും പറ്റി യെരമ്യാ മൂലം മനുഷ്യരോട് അറിയിച്ച് അറുക്കപ്പെട്ട ശിശുക്കളെപ്പറ്റിയുള്ള സങ്കടത്തിൻ്റെ പരിഹാരത്തെ നീ അനുസ്മരിപ്പിച്ചു. ഹെരോദേസിനാൽ നിഷ്ഠൂരമായി വധിക്കപ്പെട്ട ശിശുക്കളുടെ വിരഹത്താൽ പീഡിതരായ സ്ത്രീകൾ ദയനീയമായി വിലപിക്കുന്നതിന് ഒന്നിച്ചുകൂടി. മാതൃമടിയിൽ മുല കുടിച്ചുകൊണ്ടിരുന്ന ശിശുക്കളുടെ ഗളച്ഛേദം നടന്നപ്പോൾ അവരുടെ രക്തം കൊണ്ട് അത് നിറഞ്ഞു. ആലോചിച്ച് നോക്കണം. മുലപ്പാൽ കുടിച്ചുകൊണ്ടിരുന്ന ഒരു ശിശുവിൻ്റെ കഴുത്ത് വെട്ടി ആ മാതാവിൻ്റെ ശരീരം മുഴുവനും സ്തനത്തിലും പാലിന് പകരം രക്തം വന്ന് ആ കുഞ്ഞിൻ്റെ തന്നെ രക്തം വന്ന് വീണ് നിറയുന്നത് ഒരു അമ്മമാർ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശിശുക്കളെ വധിക്കുവാനായിട്ട് മാതാക്കളിൽ നിന്നും ശക്തിയായി വലിച്ചെടുത്തപ്പോൾ അവരുടെ നിലവിളി അവിടെ ഉണ്ടായിരുന്നവരുടെ ഹൃദയങ്ങളെ ഉരുക്കി. പരമാർത്ഥതയുള്ള പ്രാക്കളെ പോലെ അവരുടെ മാതാക്കൾ പ്രലപിച്ചു. വലിയ സങ്കടത്തോടെ കരഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ മാതാപിതാക്കൾ പറയുകയാണ്: പ്രിയ മക്കളെ, ഏതൊരു നീചസർപ്പം നിങ്ങളുടെ സുന്ദര പ്രാണനെ അപഹരിച്ച് നിങ്ങളുടെ മാതാക്കളെ അതീവ സങ്കടത്തിലാക്കി. ഏതൊരു ചെന്നായി നിങ്ങളുടെ പ്രസന്നതയെ അപഹരിച്ച് ഞങ്ങളെ തീരാവിലാപത്തിലാക്കി. ഏതൊരു പരുന്ത് നിങ്ങളുടെ കൂടിനെ താറുമാറാക്കി. നിങ്ങൾക്ക് മുല തന്നുകൊണ്ടിരുന്ന ഞങ്ങളെ എന്തിന് സ്തബ്ധരാക്കി. ഏതൊരു കരടി നിങ്ങളിൽ പാഞ്ഞു. നിങ്ങളുടെ ദീപത്തെ കെടുത്തി ഞങ്ങളെ അന്ധതപ്പെടുത്തി. ഈ വിധ ദയനീയ പ്രലാപം റാംസായിൽ കേൾക്കപ്പെട്ടു. അതിന് അടക്കമുണ്ടായില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ കുഞ്ഞുങ്ങൾ മഹാഭാഗ്യവാന്മാരാണ്. രണ്ട് രീതിയിലാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു അപകടം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അത്യാപത്ത് സംഭവിക്കുമ്പോൾ, ഈ 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരറിയുന്നേ ഇല്ലെന്നുള്ളതാണ് അതിനകത്തെ ഒരു ഇതിൻ്റെ വേദന മുഴുവൻ അറിയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും മാതാപിതാക്കളുമാണ്. എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് വന്ന സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ
യേശു എന്ന കുഞ്ഞിന് വേണ്ടി രക്തം ചൊരിഞ്ഞവരാണ്. എല്ലാ സഹോദരന്മാരും യേശുവിന് വേണ്ടി രക്തം ചൊരിഞ്ഞവരാണ്. യഥാർത്ഥത്തിൽ ഇവരാണ് സഭയിലെ ആദ്യത്തെ രക്തസാക്ഷികൾ. എന്നാൽ ഒഫീഷ്യലായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആരെയാണ്? സ്തേഫാനോസ് സഹോദരനാണ്. സത്യത്തിൽ സഭ എന്ന് പറയുന്നത്, അതായത് പുതിയ ഉടമ്പടിയുടെ സഭ കർത്താവിൻ്റെ ജന്മം മുതലേ ഉണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷികളാണെന്ന് നമുക്ക് ആത്മാവിൽ വ്യാഖ്യാനിക്കുവാൻ പറ്റും. അവരുടെ മധ്യസ്ഥയിലാണ് നമ്മൾ അഭയം പ്രാപിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സായപ്പോഴേ ആത്മാവിൻ്റെ മെച്യൂരിറ്റി ഉണ്ടായി. അതുകൊണ്ട് അവർ ഈ ലോകത്തിൽ അവർ ഇനി വേണ്ട. അവരുടെ ആത്മാക്കൾ പിഞ്ചു പൈതങ്ങളായി കർത്താവിൻ്റെ സന്നിധിയിൽ സ്വർഗീയ സിംഹാസനത്തിൽ വിളയാടിക്കൊണ്ടിരിക്കുന്നു. അവിടെ മധ്യസ്ഥയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആധ്യാത്മികമായി കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോഴും നമ്മളെ താങ്ങുവാൻ പ്രയാസമായിരിക്കും. അങ്ങനെയാ ഈ മാത്യൂസ് പിതാവിനെ അദ്ദേഹത്തിൻ്റെ ആദ്യകാലം എവിടെയായിരുന്നു? ഇവിടെ ആയിരുന്നില്ല. അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് അട്ടച്ചാക്കൽ റമ്പാൻ എന്നാണ്, അല്ലേ? അപ്പോൾ അദ്ദേഹം സന്യാസിയായി ജീവിതം അനുഷ്ഠിക്കുന്നു, മൗനം എടുക്കുന്നു. അന്ന് സന്യാസി അച്ഛന്മാർ കുറവാണ്, മൗനം എടുക്കുന്നവരില്ല. അതുകൊണ്ട് തന്നെ ആധ്യാത്മികമായ അസൂയ പതുക്കെ പൊന്തി വന്ന് തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തെ അട്ടച്ചാക്കിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്, ഇറക്കിവിടുകയാണ് ചെയ്തത്. അങ്ങനെ വലിയ പരിശുദ്ധം കളിക്കണ്ട എന്നുള്ളതാണ് അന്നത്തെ ആധ്യാത്മികതയുടെ ഒരു ചട്ടക്കൂട്. അങ്ങനെ അവിടുന്ന് ഒന്നുമില്ലാതെ വന്നതാണ് ഇവിടെ. ഒറ്റയ്ക്കായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ആധ്യാത്മികമായി നമ്മൾ ശക്തി പ്രാപിക്കുന്തോറും പലരും നമ്മളിൽ നിന്ന് അകലും. എന്നാൽ ദൈവം വേറെ പലരെയും നമ്മളിലേക്ക് അടുപ്പിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് പോകുന്നത്. നമ്മളിൽ നിന്ന് അകറ്റേണ്ടവരെ അകറ്റും, അടുക്കേണ്ടവരെ അടുപ്പിക്കും. അത് ഇടവകയിലായാലും അങ്ങനെ സംഭവിക്കും. ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന കാർമ്മികനോ അവിടെ അവർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് എങ്കിൽ അവർ ചിലപ്പോൾ പറയും, ഇങ്ങനെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല, വേറെ രീതിയിലായിരിക്കും പറഞ്ഞ് ഫലിപ്പിക്കുന്നത്, ഇയാളെ ഇവിടുന്ന് മാറ്റണം എന്ന് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ശരിക്കുള്ള ആധ്യാത്മികതയിൽ ആളുകൾ കൂടുകയല്ല, കുറയുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ പിന്നീട് പല കാര്യങ്ങളുമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് നമുക്ക് ഇനിയും കുറച്ച് സമയമേ ഉള്ളൂ, ഒരു 15 മിനിറ്റ് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്കൊന്ന് വരാം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 5-ാം അധ്യായമാണ്. 5-ാം അധ്യായത്തിൽ ബെഥസ്ത കുളത്തിൻ്റെ സമീപത്ത് കിടന്ന് തളർവാദം പിടിച്ച് 38 സംവത്സരമായിട്ട് കിടന്നിരുന്ന രോഗിയെ സൗഖ്യമാക്കിയതിന് ശേഷമുണ്ടായ ചില സംഭവ വികാസങ്ങളുമായിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വചന ശുശ്രൂഷ, ഈ പഠന ശുശ്രൂഷ അവസാനിപ്പിച്ചത്. ആ ഭാഗം ഒന്നുകൂടെ വായിച്ചിട്ട് ഈ പാരഗ്രാഫ് അവസാനിപ്പിക്കുകയാണ്. 5-ാം അധ്യായം 10-ാം വാക്യം മുതൽ ഞാനൊന്ന് വായിക്കാം. എന്നാൽ അന്ന് ശബത്ത് ആയിരുന്നു. ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട്, ഇന്ന് ശബത്താകുന്നു, കിടക്കയെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായി പഠിച്ചു. അവൻ അവരോട്, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അവർ അവനോട്, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആരെയെന്ന് ചോദിച്ചു. എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കുകയാൽ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്.
അപ്പോൾ നമ്മൾ ഈ ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ അവസാനം പറഞ്ഞ വചനത്തിലാണ് നമ്മൾ ഇന്നു തൊട്ട് തുടങ്ങേണ്ടത്. അതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതായത് നമ്മൾ പഠിച്ച കാര്യം ഇതാണ്: കർത്താവിൻ്റെ ഏത് അത്ഭുത പ്രവർത്തികൾ നിങ്ങൾ പരിശോധിച്ചാലും അത്ഭുത പ്രവർത്തികൾ കഴിഞ്ഞ്, അത്ഭുതം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്ന് പറയുന്നതാണ് നല്ലത്, കർത്താവിൻ്റെ ഒരു പ്രവൃത്തി അത്രയും പറഞ്ഞാൽ മതി. നമുക്കാണല്ലോ ഇതെല്ലാം അത്ഭുതം, കർത്താവിനിതൊരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി കഴിയുമ്പോൾ അത് ഏത് പ്രവൃത്തിയാണെങ്കിലും കൊള്ളാം, ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വശത്ത് നിന്ന് ഒരു വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ അത്ഭുതങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വേല ഒരിടത്ത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അവൻ ഒരു ദേശത്ത് നിന്ന് മറ്റേ ദേശത്തേക്ക് പോകും, അവിടുന്ന് അങ്ങോട്ട് പോകും, ഗലീലയിൽ നിന്ന് ഇങ്ങോട്ട് പോകും, ഗദനേരയിൽ നിന്ന് അങ്ങോട്ട് പോകും, അവിടുന്ന് ഇങ്ങോട്ട് വരും, പിന്നെ യെരുശലേമിൽ പോകും. ഇങ്ങനെയുള്ള ഒരു ഓട്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് ശത്രുക്കളായ ശമരിയാക്കാരുണ്ട്. അപ്പോൾ ഇതൊരു സ്വാഭാവികമായ കാര്യമാണ്. ഈ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഏത് ദൈവികാര്യം ചെയ്താലും അതിന് തീർച്ചയായിട്ടും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ തിന്മയുടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ തടുക്കുവാനുള്ള ആത്മീയ ശക്തി നമ്മുടെ ഉള്ളിൽ സംഭരിച്ച് വെച്ചിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊരു അറ്റാക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ദൈവത്തെ പഠിച്ചുകൊണ്ടിരിക്കും, ഇതെന്തോ ഇങ്ങനെ, എനിക്ക് എന്താണ് ഇങ്ങനെ, ഞാൻ സുവിശേഷമല്ലയോ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ആ നന്മ പ്രവൃത്തിയല്ലയോ ചെയ്തത്, ഞാൻ ദിവസവും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും പള്ളിയിൽ പോവുകയും ചെയ്യുന്ന ആളായിരുന്നുവല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതിങ്ങനെ വരുമെന്നല്ല. അതിനെ തടുക്കാനുള്ള പുതിയ ആത്മീയ ശക്തി പ്രാപിച്ച് ഇങ്ങനെ വളരുവാനുള്ള സാധ്യത അതിൽ നിന്നുണ്ടാക്കേണ്ടത്. അല്ലാതെ അതിനോട് ആ രീതിയിൽ എതിർക്കുവാനല്ല. നമ്മളെപ്പോഴും ആത്മീയ ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ഈ ശത്രു നമ്മളോട് ആ രീതിയിൽ പെരുമാറി ഇടപെടുകയും ചെയ്യുമ്പോഴാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ബൾബ് കത്തണമെങ്കിൽ നമുക്കറിയാം, 2 വയറ്, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആ ബൾബിൽ കണക്ട് ചെയ്ത് അത് പ്ലഗ് പോയിന്റിൽ കൊണ്ട് കുത്തണം. അപ്പോൾ സ്വിച്ച് ഇടുമ്പോൾ ഈ ബൾബ് കത്തും, അല്ലേ? അതല്ലേ പ്രമാണം? ഇലക്ട്രിസിറ്റിയുടെ പ്രമാണം അതാണ്. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും കൃത്യമായ റൂട്ടിൽ ട്രാവൽ ചെയ്ത് അതിൻ്റെ ഫിലമെൻറ്റിലെത്തുമ്പോൾ അത് കത്തുന്നു. ആ സർക്കിൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ആ എനർജി ട്രാൻസ്മിഷൻ കൃത്യമായി ആ റൂട്ടിൽ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആ ബൾബ് അല്ലെങ്കിൽ ഈ ബൾബ് ഇങ്ങനെ കത്തിക്കിടക്കുന്നത്. ഇതാ കൃത്യമായ റൂട്ടിൽ ഓടുവാൻ കാര്യം എന്താണ്? നിങ്ങൾ 2 വയറ് എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഏതിൽ കൂടെയാണ്? അതിനകത്തെ കമ്പിയിൽ കൂടിയാണല്ലേ? ആണല്ലോ. നമ്മൾ നോക്കുമ്പോൾ കമ്പി കാണാറുണ്ടോ? ഇല്ല. അതിനെ ചുറ്റിയിരിക്കുന്ന സാധനം എന്താണ്? പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. അതായത് ഒരു കറൻറ്റ് കൃത്യമായി ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കറൻറ്റിനെ തടസ്സപ്പെടുത്തുന്ന ഒരു കോട്ടിങ് അതിന് ചുറ്റും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഇത് ഷോർട്ടായി പോവും, കത്തിപ്പോവും. ഒരു ആത്മീയൻ്റെ ആത്മീയ യാത്ര കൃത്യമായി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ആത്മീയ ശക്തിയെ വർദ്ധിപ്പിക്കുവാനുള്ള ശത്രുപക്ഷ പൈശാചിക പ്രവർത്തികൾ അവൻ്റെ നേരെ വന്നുകൊണ്ടേയിരിക്കണം. നമുക്കിത് അത്ര താല്പര്യമുള്ള വിഷയമല്ല. എനിക്കെപ്പോഴും അങ്ങനെയാണെങ്കിൽ ഇതിലും നല്ലത് നമുക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിന്നാൽ മതിയല്ലോ എന്നാണ്. ഇത് വരികയാണ്, നമ്മളിത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സംഭവിക്കും, നമ്മളിത് എടുത്തു ചാടുന്നൊന്നുമല്ല. അപ്പോൾ നമ്മളതിനെ നേരിടുവാനുള്ള ആത്മീയ ശക്തി നമ്മൾ ആദ്യം പഠിച്ച വിവേചനത്തിൽ നിന്നും വിവേകത്തിൽ നിന്നും പരിജ്ഞാനത്തിൽ നിന്നും നമ്മൾ നേടിയെടുക്കണം. ഞാൻ ഈ ക്രിസ്തുമസിന് വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിന് ദേവാലയത്തിലേക്ക് പോവുകയാണ്. റാന്നി ഭാഗം എത്തിയപ്പോൾ ഇന്നേ വരെ ഒരു സിറ്റീസിലും കണ്ടിട്ടില്ലാത്തവണ്ണം തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. അപ്പോൾ ഞാൻ സാധാരണ രാവിലെ ഇവിടുന്ന് പോകുന്ന ഒരു 20 മിനിറ്റിന് മുമ്പാണ്.
കാരണം 20 മിനിറ്റിന് മുമ്പ് എൻ്റെ പള്ളിയിൽ ചെല്ലും. 20 മിനിറ്റ് കൊണ്ട് എൻ്റെ പള്ളിയിലെത്തും. അതുകൊണ്ട് കൃത്യസമയം നോക്കിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാനന്ന് വിചാരിച്ചു വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനും അതേ ഒരു ടൈമിങ് വെച്ചാണ് ഇറങ്ങിയത്. പക്ഷേ റാന്നി പാലത്തിന് ഇപ്പുറമായപ്പോഴത്തേക്ക് തിരക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മിനിമം അവിടെ 1 മണിക്കൂർ കിടക്കേണ്ടി വരും. അമ്മാതിരി തിരക്കാണ്. ആംബുലൻസ് പോകുന്നുണ്ട്, പോലീസ് വണ്ടി പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചു വല്ല ആക്സിഡൻറ്റ് ഉണ്ടായതാണ്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് വിളി വന്നു. ഞാൻ പറഞ്ഞു ഇതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വേഗം ചെല്ലണമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്തു. സത്യത്തിൽ അത് അവന് ഇഷ്ടപ്പെട്ടില്ല. അതെനിക്ക് മനസ്സിലായി. എനിക്ക് ഇച്ചിരി വേഗം ചെല്ലണമല്ലോ എന്ന് വിചാരിച്ചാണ് പതുക്കെ ഓവർടേക്ക് ചെയ്യുന്നത്. കാരണം സ്ഥലവും സ്പീഡും എടുക്കാനുള്ള ഒരു മാർഗവുമില്ല. ഞാൻ ഉള്ള സ്ഥലത്തോട്ട് കയറ്റി അവനെ ഓവർടേക്ക് ചെയ്ത് അവൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ ഓവർടേക്ക് ചെയ്ത് എന്നെ ക്രോസ് ചെയ്ത് അവിടെ നിർത്തി. ഈ തിരക്കിൻ്റെ ഇടയിൽ എന്നോട് പറഞ്ഞ് സൈഡാക്കാൻ പറഞ്ഞു. ഈ തിരക്കിൻ്റെ ഇടയിലാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, ഇയാളെന്തോ ചെയ്യുന്ന ഈ തിരക്കിനിടയിൽ. അവൻ എന്നെ കണ്ടേ പറ്റത്തുള്ളൂ. ഞാൻ സൈഡാക്കി. അപ്പോൾ എനിക്ക് ബോധ്യമായി ഇവൻ എന്നോട് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് നമുക്ക് അറിയാം. അവൻ്റെ വരവും അവൻ്റെ മുഖഭാവവും ശരീരഭാഷയുമെല്ലാം എനിക്ക് കൃത്യമായി മനസ്സിലായി. പെട്ടെന്ന് ഞാൻ വചനത്തിൽ എന്താണ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത് ഇത് തിരിച്ചറിയാൻ അപ്പോൾ നമുക്ക് ആ പരിശുദ്ധാത്മ വരം കിട്ടണം. എന്നാലേ ഇത് താങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെ പരിശുദ്ധാത്മ പ്രബോധിപ്പിക്കുകയാണ്, നീ എങ്ങോട്ടാണ് പോകുന്നത്? ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടവരാകേണ്ടതിന് എപ്പോഴും അനുഗ്രഹിക്കുന്നവരായിരിക്കും. 1 പത്രോസ് 2:9 ശക്തിയായിട്ട് അത്തരം വചനങ്ങൾ കയറി വന്നപ്പോൾ എൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി, ഇവൻ എന്നെ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിലല്ല, വാക്കുകൾ കൊണ്ട് എന്നോട് പെരുമാറാൻ പോകുന്ന കാര്യം മുന്നമേ പരിശുദ്ധാത്മാവ് കാണിച്ച് തന്നതുകൊണ്ട് അവൻ എൻ്റെ പിതാക്കന്മാരെയും മാതാക്കന്മാരുടെയൊക്കെ ധൂപപ്രാർത്ഥന നടത്തിയപ്പോൾ ഞാനൊന്നും മിണ്ടാതെ നിൽക്കാൻ എനിക്ക് ശക്തി കിട്ടിയത് എന്തുകൊണ്ടാണ്? അത് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധിപ്പിച്ചു തരുന്നതുകൊണ്ടാണ്. ബോധിപ്പിച്ച് തന്നാലും നമ്മൾ അനുസരിക്കണം നിർബന്ധമൊന്നുമില്ല. അതാ തടസ്സം വെച്ചിരിക്കുക. നീ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ കൂടുതൽ ശക്തിയാണ് നമുക്ക് അന്നേരം. അതിൽ നമ്മൾ ജയിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ആനന്ദം കിട്ടുന്നത്. ഒരാൾ നമ്മളെ അസഭ്യം പറയുമ്പോഴോ ഉപദ്രവിക്കുമ്പോഴോ അല്ലെങ്കിൽ തിന്മപ്രവൃത്തി നമ്മളോട് ചെയ്യുമ്പോഴോ ആ ചെയ്യുന്ന സമയത്ത് ഭയങ്കര വേദന. ഈ വേദനയാണ് കാൽവറിയുടെ വേദനയോട് ചേർത്ത് വയ്ക്കേണ്ടത്. അതെങ്ങനെ വന്നാലും, അത് ശാരീരികമായ അസുഖത്തിൽ കൂടി വന്നാലും കൊള്ളാം, മക്കളിൽ നിന്നുള്ള വേദനയായാലും കൊള്ളാം, ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നുള്ള വേദനയായാലും കൊള്ളാം, അയലോക്കക്കാരിൽ നിന്നോ സഭയിൽ നിന്നോ പള്ളിയിൽ നിന്നോ പള്ളിക്കൂടത്തിൽ നിന്നോ സാറുമാരിൽ നിന്നോ ആരിൽ നിന്നായാലും കൊള്ളാം. എങ്ങനെ നമുക്ക് ഒരു മാനസികമോ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായാൽ അത് ദൈവികമായി മുതലാക്കി നമ്മുടെ പാപത്തെ അത്രയെങ്കിലും കഴുകിക്കളയുവാൻ നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്യണം, എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. എപ്പോഴും ഒന്നും അത് സംഭവിച്ചെന്ന് വരില്ല. ഇത് പറഞ്ഞത് കേട്ടോണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെന്നൊന്നുമല്ല. ചില സമയത്ത് നമ്മൾ പൊട്ടിത്തെറിക്കും, നമുക്ക് ദേഷ്യം വരത്തില്ലേ? വരും. അന്നേരം അത് കിട്ടി. കാരണം എനിക്കറിയാം, ഞാൻ പള്ളിയിലാണ് പോകുന്നത്, നമസ്കരിക്കാൻ പോവാണ്, ദൈവത്തെ വിളിക്കാൻ പോവാണ്, കുർബാന എല്ലാം പോവാണ്. അപ്പം നമ്മൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കുർബാന കഴിയുന്നവരെ ആരോടും മിണ്ടരുത്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ചിലപ്പോൾ നമുക്കങ്ങനെ ഒരു ഇത് കിട്ടിയായിരിക്കാം. അല്ലാത്തൊരു ദിവസമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇറങ്ങി 2 വർത്തമാനം അങ്ങോട്ടും പറയാനുള്ള ഇത് വന്നേനെ. പക്ഷെ അവിടെ അത് വരാതിരിക്കത്തക്കവണ്ണം നമ്മളെ ശക്തീകരിക്കുവാൻ ശക്തനായവൻ നമ്മുടെ ഉള്ളിൽ ജീവിക്കണം. യേശുവിനെ ജനിപ്പിച്ചാൽ അവനെ വളർത്തണം. ഇനിയുള്ള കാലഘട്ടം അതാണ്. അങ്ങനെ ധനഹായിക്കൊണ്ട് മാമോദീസ മുക്കണം. അപ്പോൾ യേശുമ്പുരാൻ ഇവിടെ എന്നാൽ അവിടെ പുരുഷാരം
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം തൊട്ട്, എന്നാൽ അവിടെ പുരുഷാരം ഉണ്ടായിരിക്കിയാൽ യേശു മാറിക്കളഞ്ഞതുകൊണ്ട് അവൻ ആരെന്നും സൗഖ്യം പ്രാപിച്ചുവെന്ന് ഇവൻ അറിഞ്ഞില്ല. സൗഖ്യം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായുള്ളത് ഭയപ്പാരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. അപ്പോൾ ഈ കാര്യമാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. പാപവും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുരിതവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഇത് പലപ്പോഴും പലരും തിരിച്ചറിയുന്നില്ല. പാപം എപ്പോഴും നമ്മളെ കുഴിയിൽ കൊണ്ടിടും. അത് വശീകരിച്ചാണ് കുഴിയിൽ കൊണ്ടിടുന്നത്. ചിലപ്പോൾ ദൈവികമായ വ്യാപാരം പറഞ്ഞായിരിക്കും നമ്മളെ കൊണ്ട് വശീകരിച്ച് കുഴിയിലിടുന്നത്. കുഴിയിലിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ പോലും മനസ്സിലാകുന്നത് നമ്മൾ വീണ് കഴിഞ്ഞുവല്ലോ എന്ന്. അതുകൊണ്ട് ഇത് വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് കർത്താവ് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഇനി നീ പാപം ചെയ്യരുത് എന്ന് പറയുന്നത്. കുഷ്ഠരോഗിയോട് പറഞ്ഞു, നീ നിന്നെ തന്നെ പോയി ശുദ്ധീകരിക്കുക. തളർവാദക്കാരനോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു. പാപിനിയായ സ്ത്രീ കരഞ്ഞ് നിലവിളിച്ചപ്പോൾ അവളെയും കർത്താവ്, മോളെ എഴുന്നേൽക്ക്, നിന്നെ ആരും കുറ്റം വിധിച്ചില്ലയോ? ഇല്ല, ഞാനും വിധിക്കുന്നില്ല, പക്ഷേ ഇനിയും പാപം ചെയ്യരുത്. കാരണം കർത്താവിനറിയാം തൻ്റെ മക്കളെ പാപത്തിൽ കൂടി എങ്ങനെയാണ് ഇവൻ വശീകരിച്ച് താഴെയിടുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തിന്മയും പാപവും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. അവനെങ്ങനെയാണ് അത് യേശുവാണെന്ന് മനസ്സിലായത്? രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഒന്ന്, അവനത് യേശുവാണെന്ന് മനസ്സിലായത് യേശു പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളവനാണെന്ന് ഇവൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവന് സൗഖ്യം ഉണ്ടായത്. അവൻ യേശുവിനെ യഥാർത്ഥമായി അറിഞ്ഞില്ല, പക്ഷെ അറിഞ്ഞത് ഇപ്രകാരമാണ്. രണ്ട്, ആർക്കേ പാപം മോചിക്കാൻ അധികാരമുള്ളൂ? യേശുവിനെന്നല്ല. യേശു ഒരു മനുഷ്യപുത്രനായിട്ട് ഇവിടെ നിൽക്കുകയാണ്. യഹൂദന്മാർ അവനെ ഒരു മനുഷ്യനായിട്ടേ കാണുന്നുള്ളൂ. ആർക്കേ പാപം മോചിക്കാൻ അധികാരമുള്ളൂ? ഈ യഹൂദന്മാരുടെ മുഴുവൻ പ്രശ്നം ഇതാണ്. എന്താണ് പ്രശ്നം? താഴോട്ടും ആ പ്രശ്നമാണ് ഇനി പറയാൻ പോകുന്നത്. എന്താണ് പ്രശ്നം? യഹൂദന്മാരുടെ പ്രശ്നം എന്താണ്? പാപം മോചിക്കുവാൻ ആർക്കേ അധികാരമുള്ളൂ? ദൈവത്തിനേ അധികാരമുള്ളൂ. അപ്പം ഇവൻ എന്തിനാണ് പാപം മോചിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ ദൈവം ആക്കുകയാണ് എന്നുള്ളതാണ് യഹൂദന്മാരുടെ പ്രശ്നം. ദൈവദൂഷണമാണത്. അല്ല യേശു ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുന്നതോ അടയാളം കാണിക്കുന്നതോ ഒന്നുമല്ല അവരുടെ വിഷയം, പഠിപ്പിക്കുന്നതോ ഒന്നുമല്ല വിഷയം. ഇവൻ തന്നെത്താൻ ദൈവമാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യന് യേശു അവനെ കണ്ടില്ലെങ്കിലും മനസ്സിലായി ഇവൻ ദൈവമാണ്. കാരണം ഇവൻ എൻ്റെ പാപങ്ങൾ മോചിച്ചതുകൊണ്ടാണ് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയത്. പഴയ നിയമത്തിൽ ആ റൂൾ വളരെ സ്ട്രിക്റ്റാണ്. ഒരു ദുരിതം ഉണ്ടാകുന്നത് പാപം നിമിത്തമാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടല്ലേ 9-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കും, പിറവിയിലെ കുരുടൻ്റെ സൗഖ്യമാക്കൽ ശുശ്രൂഷയിൽ ഇവൻ ഇങ്ങനെയായത് ഇവൻ്റെ തിന്മ കൊണ്ടാണോ ഇവൻ്റെ അമ്മയപ്പന്മാരുടെ കുറ്റം കൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഒരു ദുർവിധി സംഭവിച്ചാൽ അതിൻ്റെ ഉറവിടം പാപമാണെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. പാപത്തിന് അങ്ങനെ ഒരു റൂട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. അവനൊരു സുവിശേഷ വേല തന്നെ അവിടെ ചെയ്യുകയാണ്. അവൻ പറഞ്ഞു, അവനറിയാം യേശു ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ വീണ്ടും ആ സമൂഹത്തിൽ നിന്ന് നിഷ്കാസിതനാകപ്പെടും. പക്ഷേ അവൻ ധൈര്യപൂർവ്വം അറിയിച്ചു. യേശു ശബത്തിൽ അത് ചെയ്യുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. കണ്ടോണം, ഒരു ശുശ്രൂഷ നടന്നു, ഉപദ്രവം വരുവാണ്. ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്തു എന്നർത്ഥം. ചിലപ്പോൾ തല്ലി കാണും, ശാരീരികമായി ദ്രോഹിച്ച് കാണും. യേശുവിനെ ഒരു തവണയല്ല കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളത്. യേശുവിനെ ഏകദേശം 10ഓളം പ്രാവശ്യം യഹൂദന്മാർ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, പല രീതിയിൽ. അവിടെ നിന്നെല്ലാം
തൻ്റെ ശുശ്രൂഷ വില പൂർത്തീകരിക്കുവാൻ വേണ്ടി പിതാവാൻ ദൈവം യേശുവിനെ സംരക്ഷിച്ച് നിർത്തിയായിരുന്നു. യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു കൊണ്ടിരുന്നു. കണ്ടോ, ഇതെല്ലാം കൊല്ലാനുള്ള ശ്രമമാണ്. കൈ കിട്ടിയാൽ കൊല്ലും, പക്ഷെ ജനത്തെ ഭയപ്പെട്ടുകൊണ്ട് യേശുവിനെ കൊല്ലാതിരിക്കുക. പക്ഷേ കൊല്ലുവാനുള്ള സീസറിൻ്റെ അടുത്ത് അധികാരത്താൽ അവനെ ന്യായമായി, അതായത് ലീഗലായി കൊല്ലുവാനുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ക്രമീകരിച്ചു കൊണ്ടിരുന്നു. യഹൂദന്മാർക്ക് ശിക്ഷാവിധി നടപ്പാക്കുവാൻ പറ്റില്ല. യഹൂദന്മാർക്ക് ശിക്ഷാവിധി നടപ്പാക്കാൻ പറ്റില്ല, ശിക്ഷിക്കാനേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ തീർപ്പുണ്ടാക്കാം. യഹൂദന്മാരുടെ തീർപ്പനുസരിച്ച് ദൈവദൂഷണം പറഞ്ഞാലോ തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയാലോ മരണശിക്ഷ കൊടുക്കാം. പക്ഷേ റോമൻ സാമ്രാജ്യം തീരുമാനിക്കണം, നടപ്പിൽ വരുത്തണമെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൽ ദൈവദൂഷണം മരണയോഗ്യമായ ശിക്ഷ അല്ല. അതുകൊണ്ടാണ് അവർ പ്ലേറ്റ് നേരെ തിരിച്ചത്. കർത്താവിനെ പിടിച്ചുകൊണ്ട് സീസറിൻ്റെ അടുത്ത് ചെന്നിട്ട് സീസറിൻ്റെ അടുത്ത് യഹൂദന്മാർ കൊടുക്കുന്ന കംപ്ലൈൻറ്റ് ദൈവദൂഷണം പറഞ്ഞു എന്നുള്ളതല്ല. ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസർ പറയും വീട്ടിൽ പോടാന്ന് പറയും, അതൊന്നും കാര്യമൊന്നുമില്ല എന്ന് പറയും. കാരണം ഇവർക്ക് ദൈവത്തിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് നേരെ ഇവർ പ്ലേറ്റ് തിരിച്ചു. എന്താക്കി? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് രാജാവിനെതിരായി ഇവൻ സംസാരിച്ചു എന്നാക്കുവാൻ വേണ്ടി കള്ളസാക്ഷികളെ കൊണ്ടുവന്നു. അങ്ങനെയാണ് കർത്താവിനെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ തീരുമാനിക്കുന്നത്. പറഞ്ഞുകൊണ്ട് വന്നത്, ഈ യേശു ദൈവമാണെന്ന് തിരിച്ചറിയുന്ന ഒരു ആത്മവ്യാപാരം ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. വളരെ ചുരുക്കം പേരെ യേശുവിനെ പൂർണ്ണ ദൈവമായി ഉള്ളിലറിയുന്നുള്ളൂ. പലരും പുരോഹിതന്മാർ പോലും ഈ വിവിധ പഠനങ്ങളുടെ ഒരു ബന്ധനത്തിൽ കിടന്നുകൊണ്ട് യേശുവിനെ ഒരു ഫിലോസഫറായിട്ടോ ഒരു എൻലൈറ്റൻഡ് ആളായിട്ടോ ഒക്കെ മാത്രം മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ തന്നെ ഭൂരിപക്ഷം പേരും എന്നുള്ളത് അല്പം ഭീതിയോടുകൂടി തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? കാരണം വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശു ദൈവമാണെന്ന് സമ്പൂർണ്ണമായി നമ്മുടെ ഉള്ളിൽ തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടണം. അല്ലെങ്കിൽ ഇതൊന്നും തിരിച്ചറിയത്തില്ല. 2 പുസ്തകം വായിച്ചാൽ മതി, നമ്മുടെ മൈൻഡെല്ലാം മാറിപ്പോവും. ഒരു ഫിലോസഫിക്കൽ ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു ഫിലോസഫി അറിയാവുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു എത്തീസ്റ്റിനോടോ നമ്മളൊരു 5 മിനിറ്റ് സംസാരിച്ചാൽ നമ്മളുടെ യേശുവിനെ പറ്റിയുള്ള ചിന്താധാരകളെല്ലാം മാറും. പക്ഷേ സാന്നിധ്യം അറിഞ്ഞവന് മാറില്ല. അത് വചനത്തിൽ കൂടിയും വെളിപാടിൽ കൂടിയും പ്രസൻസ് ഫീൽ ചെയ്തിട്ടുള്ളവന് അത് മാറില്ല. അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു വലിയ നൽവരമാണ്. അതുകൊണ്ട് അറിഞ്ഞ് അവനെ ഓർത്ത് മഹത്വീകരിക്കുവാൻ യേശുവിനെ ദൈവമായിട്ട് പരിശുദ്ധാത്മാ നിറവിൽ ത്രിത്വീക ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ ഒരു വലിയ നിമിഷത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മളെ അതിലേക്ക് വിളിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിത അവസാനം വരെ അത് കാത്തു സൂക്ഷിപ്പാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം.